ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ജാനകിയുടെയും അഭിയുടെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ. എന്തായാലും നമ്മുടെ അജയെ കാണാനില്ല. അപ്പോൾ അജയ് സൂര്യയുടെ കൂടെ കാണുമെന്ന് പറഞ്ഞു, പക്ഷേ ഇല്ല, അവിടെ എങ്ങും ഇല്ല എന്ന് പറയുകയാണ്. എന്തായാലും നിങ്ങളൊന്ന് ചെന്ന് നോക്കുക എന്നും പറഞ്ഞ് എല്ലാവരും പരിഭ്രാന്തിയിലാണ്. ഇതേ സമയം നമ്മുടെ ഉണ്ണിത്താനും ദേഷ്യപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. ദേ അവൻ ഇവിടെ ഇല്ല എങ്കിൽ, കല്യാണം നടന്നില്ലെങ്കിൽ വിവരം അറിയും. അപ്പോഴേക്കും നമ്മുടെ തമ്പി പറഞ്ഞു, നിങ്ങൾ പരിഭ്രമിക്കാതിരിക്കുക, അവൻ തൊഴാൻ വല്ലതും പോയതായിരിക്കും, എല്ലാവരും ചെന്ന് ക്ഷേത്ര പരിസരത്തേക്ക് ഒന്ന് നോക്ക് എന്നൊക്കെ തമ്പിയാണെ അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ പറയാണ്. അങ്ങനെ നമ്മുടെ അഭിയും അമലും കൂടെ അന്വേഷിക്കാനായിട്ട് പോയി. അജയ്ക്ക് എന്തോ ആപത്ത് പറ്റിയതാ, അല്ലെങ്കിൽ ഈ സമയത്ത് അവൻ എവിടെ പോകാനാ? അപ്പോൾ അപർണയുടെ മുഖത്ത് മാത്രമേ ഉള്ളൂ ഒരു സന്തോഷം. ഇതിപ്പോൾ എൻ്റെ കല്യാണത്തിന് സംഭവിച്ചതുപോലെയായി. മുഹൂർത്തം ആവുമ്പോൾ അജയ് അങ്ങോട്ട് മുങ്ങും. ഇത് കരുതി കുട്ടി ചെയ്തതാണോ എന്നൊരു സംശയമുണ്ട് നമ്മുടെ ജാനകിക്ക്. അജയ് ആരോ തട്ടിക്കൊണ്ട് പോയതാ എന്ന് ജാനകി പറഞ്ഞപ്പോൾ, പിന്നെ തട്ടിക്കൊണ്ട് പോകാൻ കൈക്കുഞ്ഞാണോ, അതും ഇതുപോലൊരു സ്ഥലത്തുനിന്ന്? പിന്നെ അജയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അപർണ ഈ പറയുന്നത്? അങ്ങനെ ഗണിച്ച് പറയാനുള്ള കഴിവുണ്ടെങ്കിലേ എനിക്കിതുപോലൊരു അവസ്ഥ വന്നപ്പോൾ ഞാൻ പറഞ്ഞു തരുമായിരുന്നില്ലേ? അങ്ങനെ ഗണിച്ച് പറയാനുള്ള കഴിവേ എനിക്കില്ല. നീയൊക്കെ ഭ്രാന്ത് പിടിച്ച് ഓടി നടക്കുന്നതേ എനിക്ക് കാണണം. ഇന്നേ അപർണയുടെ ദിവസമാണ്, അപർണയുടെ ദിവസം എന്ന് നമ്മുടെ അപർണ മനസ്സിലിങ്ങനെ പറയുകയാണ്. എന്തായാലും ബാക്കി എല്ലാവരും ഓടി നടന്ന് അന്വേഷിക്കുകയാണ്. ജാനകി എന്തായാലും അഭിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, അഭിയേട്ട ഉറപ്പായിട്ടും അജയ് ഇവിടെ നിന്ന് ആരോ കടത്തിക്കൊണ്ട് പോയത് തന്നെയാണ്. ആര്? അതിനുള്ള മറുപടിയും കൊടുത്താ. ഇതിന് പിന്നിൽ അപർണയും അവളുടെ അച്ഛനും തന്നെയാണ്, എനിക്കതിൽ ഉറപ്പുണ്ട്. കണ്ണിന് കണ്ണ് എന്ന രീതിയിൽ പകരം വീട്ടിയത് തന്നെയാണ്. അയാൾ വിശ്വാസം നേടി കൂടെ നിന്ന് പകരം വീട്ടിയത് അഭിയേട്ടാ, അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് ജാനകി ഇങ്ങനെ പറയാ. അങ്ങനെ ഒരു സംശയം നമ്മുടെ അഭിക്കുമുണ്ട്. എന്തായാലും നീ ഇത് പുറത്താരോടും പറയണ്ട. അയാൾ സദാസമയവും നമ്മളോടൊപ്പം തന്നെയുണ്ട്. ഒരു ഫോൺ ചെയ്യുന്നത് പോലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നമുക്കൊരു സംശയം തോന്നിയിട്ടില്ല. മുമ്പ് അയാൾക്ക് ഇങ്ങനെയൊരു അവസ്ഥ വന്നതിന് കണക്ക് തീർത്തതാണെന്ന് നമ്മൾ എങ്ങനെ പറയും എല്ലാവരോടും? അപ്പോഴേക്കും നമ്മുടെ ജാനകി പറഞ്ഞു, അതെ, അച്ഛനും മോളും നേരത്തെ മാറി നിന്ന് സംസാരിച്ചത് നമ്മൾ കണ്ടതല്ലേ? അജയെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞപ്പോഴാണ് സംസാരം ഉണ്ടായത്. അപ്പോഴേക്കും അവരാണ് അത് ചെയ്തതെങ്കിൽ മാറി നിന്ന് സംസാരിക്കാനൊന്നും അവരൊരിക്കലും തയ്യാറാവില്ല. ഒരു പഴുതുപോലും അടച്ചിട്ടേ അവർ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. ഇതേ സമയം നമ്മുടെ അവളുടെ അമ്മ നിരഞ്ജനയുടെ അമ്മ ഓടി വന്ന് പെണ്ണുങ്ങളോട്, അതായത് മുത്തശ്ശിയോടും പ്രഭാവതിയോടും അതുപോലെ അപർണയുടെ അമ്മ അവിടെ നിൽപ്പുണ്ട്, അവരോട് ദേഷ്യപ്പെടുകയാണ്. എൻ്റെ ദേഹമാകെ തളരുക. എന്താ അജയ് എവിടെ പോയിന്നാ നിങ്ങളീ പറയുന്നത്? കല്യാണം നടക്കില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോഴേക്കും പ്രഭാവതി പറഞ്ഞു, എനിക്ക് അറിയില്ല ഹേമേ, എൻ്റെ മോൻ എവിടെ പോയിന്ന് എനിക്ക് അറിയില്ല. എന്തായാലും സൂര്യനാരായണൻ്റെ അരികിൽ ചെന്നിട്ട് നമ്മുടെ അഭിയും ജാനകിയും കൂടെ പറഞ്ഞു, അജയെ കാണാനില്ല, ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അജയ് എവിടെ എന്നും ചോദിച്ചുകൊണ്ട് സൂര്യനാരായണനും ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും വിശ്വനാഥൻ, അതായത് തമ്പി പറഞ്ഞു, അവൻ മിക്കവാറും കടന്നു കളഞ്ഞതായിരിക്കും. അപ്പം വിശ്വനാഥൻ ഇതാ പറയുന്നത്, അവൻ ഇനി എന്തിനാ കടന്നു കളയണത്? അവൻ ഇഷ്ടപ്പെട്ട പെണ്ണല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണിത്താനാണ് ഇതൊക്കെ കേട്ടിട്ട്, എനിക്കിവിടെ നടക്കുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ, ഏതോ ഒരു പെണ്ണിങ്ങോട്ട് കയറി വരുന്നു, നിങ്ങളെല്ലാവരും ചേർന്ന് അവളുടെ മേലെ കുതിര കയറുന്നു, അവൾ പോയപ്പോൾ കല്യാണ പയ്യനെ കാണുന്നേയില്ല. എന്തൊരു കുടുംബമാണ് നിങ്ങളുടേത് എന്തൊക്കെ ചോദിച്ചുകൊണ്ട് ഉണ്ണിത്താൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ തമ്പി പറഞ്ഞു, എൻ്റെ പൊന്നു വക്കീലെ, ഈ അവസ്ഥയായി എനിക്ക് അന്നുണ്ടായത്. അന്ന് അവനെ ആരോ തട്ടിക്കൊണ്ട് പോയി എന്നാ ആദ്യം കേട്ടത്, പിന്നെയാ അവൻ കടന്നു കളഞ്ഞതാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. അപ്പോൾ തമ്പി അങ്കിളുടെ അവസരം മുതലെടുക്കരുത് കേട്ടോ. അന്ന് സംഭവിച്ചത് എന്താണെന്ന് എല്ലാവർക്കും നല്ല വ്യക്തമായിട്ട് അറിയാവുന്നതല്ലേ? അതുപോലെ അല്ലല്ലോ ഇന്ന്. അങ്ങനെ ഒരു സാഹചര്യം അല്ല ഇപ്പോൾ ഉള്ളത്. അജയ് താലി കെട്ടാൻ ആഗ്രഹിച്ച പെണ്ണാണ് നിരഞ്ജന. അപർണ അങ്ങനെ ആയിരുന്നില്ല. എടാ, ശവത്തെ കുത്തുന്ന അല്ലട മോനെ, നിൻ്റെ വേദനയെ എനിക്കറിയാം, പക്ഷെ പറയാതിരിക്കുന്നത് എങ്ങനെയാ? നിൻ്റെ അനിയനെ എത്ര പെൺകുട്ടികളായിട്ട് ബന്ധമുണ്ടെന്ന് വല്ല നിനക്കറിയാവോ എന്ന് ചോദിക്കുക കേട്ടോ. ഞെട്ടിപ്പോയി ജാനകി അഭിയും. ദേ, നിങ്ങൾ അനാവശ്യം പറയരുത്. ഇപ്പം ഞാൻ പറഞ്ഞത് അനാവശ്യമായി. അവന് മറ്റൊരുമായിട്ട് ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടാണോ നീ എൻ്റെ മോളെ ആലോചിക്കാൻ വന്നത്? എനിക്കിപ്പോൾ അങ്ങനെ ഒരു സംശയമുണ്ട്. അപ്പോൾ ഉണ്ണിത്താൻ പറഞ്ഞു, എല്ലാവരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. സൂര്യനാരായണ, ഞാനൊരു കാര്യം പറയാം. എന്നെ ചതിച്ച് നാണം കെടുത്താനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. അപ്പോഴേക്കും അമലും ഓടി വന്നു. അജയേട്ടൻ ഒരിടത്തും കാണുന്നില്ല, വണ്ടി ഇവിടെ കിടപ്പുണ്ട്, ഫോൺ സ്വിച്ച് ഓഫും ആണ്. അപ്പോഴേക്കും ദൈവമേ, കടന്നു കളഞ്ഞാണെങ്കിൽ വണ്ടി എടുത്തല്ലേ അജയ് പോവുള്ളൂ. അജയ്ക്ക് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അജയ് ആരോ തട്ടിക്കൊണ്ട് പോയത് തന്നെയാണ്. അവൾ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് അത് നടന്നിരിക്കുന്നത്.
നിങ്ങൾ പോലീസ് വിവരം അറിയിക്കുക. അപ്പോഴേക്കും ഇത്ര ആൾക്കാരുള്ള സ്ഥലത്തുനിന്ന് ഒരാളെ പിടിച്ചോണ്ട് പോയി എന്നൊക്കെ പറയാന്നല്ലാതെ ആരത് വിശ്വസിക്കാനാ എന്ന് തമ്പി അടങ്കോലിടുക. അവൻ മുമ്പ് ഇത് തന്നെയല്ലേ ചെയ്തത്? അപ്പോഴേക്കും ഇവിടെ നിന്ന് ഒരാളെ പിടിച്ചോണ്ട് പോകാനൊക്കെ പറ്റുമോ എന്ന് ഉണ്ണിത്താനും. അജയ് വക്കീൽ പുറത്തു പോകാതെ ഒന്നും നടക്കത്തില്ല, വക്കീൽ നമ്മളെ കബളിപ്പിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഉണ്ണിത്താൻ്റെ ഗുമസ്തൻ പറയുക. നമുക്ക് ചതി പറ്റി സാറേ. അപ്പോഴേക്കും തമ്പി പറഞ്ഞു, കേട്ടല്ലോ, ഡ്രൈവറാണേലും അവന് വിവരമുണ്ട്, അല്ലാണ്ട് ആര് തട്ടിക്കൊണ്ടു പോകാനാ പുതിയ കഥയുണ്ടാക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തമ്പി. അന്ന് സൂര്യയ്ക്ക് ഒരു മകനൂടെ ഉണ്ടായതുകൊണ്ട് എൻ്റെ മാനം രക്ഷപ്പെട്ടു. ഇനി വക്കീലിൻ്റെ മോളെ കയ്യേക്കാനേ സൂര്യയ്ക്ക് ആൺമക്കളില്ല. ദേ ബാത്റൂം വല്ലതും ഉണ്ടോയെന്ന് നോക്കി വെച്ചല്ല എന്നും പറഞ്ഞിട്ട് ഉണ്ണിത്താൻ രഘുമസ്തനെ പറഞ്ഞു വിടുവാണ്. അമലെ വീണ്ടും അവൻ നമ്മളെ അറിയില്ല, ചിലപ്പോൾ കളിച്ചത് ശരണായിരിക്കാം, നമ്മളെ വിഡ്ഢിയാക്കി ശരണായിരിക്കാം കളിച്ചത്. എന്തായാലും അവനെ പോയി പിടിച്ചോണ്ട് വരാൻ നോക്ക് എന്ന് തമ്പി. എന്നെ ചതിച്ചതാണെങ്കിൽ സൂര്യനാരായണ നിൻ്റെ കുടുംബം ഞാൻ കുളം തോണ്ടും എന്നും പറഞ്ഞ് ഉണ്ണിത്താൻ കിടന്ന് അതിൻ്റെ ഇടയ്ക്ക് വിറളി കൊള്ളുവാണ്. ഇതൊക്കെ കൊണ്ട് ജാനകി ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. അപ്പോഴേക്കും അപർണ വന്നിട്ട് എന്താണെന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴേക്ക് എടി മോളെ, അജയ് നമ്മളോട് കാണിച്ച ചതി തന്നെ ദാ ഇവരോടും കാണിച്ചു. സമയത്ത് അവൻ സ്കൂട്ടായി. ഈശ്വര, അപ്പം ശരൺ പറഞ്ഞതുപോലെ ചെയ്തു കളഞ്ഞല്ലോ. അവൻ വെല്ലുവിളിച്ചതാ. എന്തായാലും ഒരാളെങ്ങനെ വെല്ലുവിളിച്ചിട്ടും അജയുടെ മേലൊരു കണ്ണ് വയ്ക്കാൻ ആർക്കും കഴിയാതെ പോയല്ലോ. ഇന്നലെ ശരൺ വെല്ലുവിളിച്ചതായിരുന്നു ഈ കല്യാണം നടത്തില്ല എന്ന്. അപ്പം ശരണിന് നേരെ സംശയം തൊരുത്തു വിടാൻ വേണ്ടിയിട്ടാണ് അപർണ ഇങ്ങനെ ചെയ്യുന്നത്. ആ സ്ത്രീയെ ശരൺ അയച്ചത് ഇങ്ങനൊരു ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ടാന്ന് ആരും മനസ്സിലാക്കാതെ പോയി. എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്ക് മാറിയപ്പോൾ ശരൺ പണി പറ്റിച്ചു. എടി മോളെ, അതൊന്നും അല്ല സത്യം. അപ്പോഴേക്കും നമ്മുടെ അമല് പറഞ്ഞു, അപർണ പറയുന്നത് തന്നെയാണ് സത്യം. അപ്പോൾ അച്ഛൻ എന്താ ഈ പറയുന്നത്? അജയ്ക്ക് കടന്നു കളയേണ്ട എന്ത് കാര്യമുള്ളത്? അജയ് ജീവനെ പോലെ സ്നേഹിക്കുന്ന പെണ്ണാ നിരഞ്ജന. ഇതേ സമയം നമ്മുടെ ജാനകി അഭിയേട്ടാ ഒന്നിങ്ങ് വന്നേന്ന് പറഞ്ഞ് അഭിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇതേ സമയം അമലിനോട് അപർണ പറയാ, ശരണിനെ പിടിക്കാൻ നോക്ക്, ശരണിൻ്റെ കയ്യിലാ അജയ്, പിടിച്ചോണ്ട് പെട്ടെന്ന് വരാൻ നോക്ക് എന്നും പറഞ്ഞിട്ട് വഴി തിരിച്ചു വിടുക. എന്നിട്ട് ഇതൊക്കെ കണ്ടു നിന്ന് ചിരിക്കുക. എൻ്റെ സമയമാണ്, വരുന്നുണ്ട് നിരഞ്ജനെ ഞാൻ നിൻ്റെ മുമ്പിലേക്ക്. എന്നിട്ട് നിരഞ്ജനയ്ക്ക് അരികിലേക്ക് വരിക. അപ്പോൾ കൂട്ടുകാരിമാരോട് ആരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു നിരഞ്ജന. അപ്പോൾ കൂട്ടുകാരിയോട് നിരഞ്ജന ഇങ്ങനെ പറയാം, നീ പറയുന്ന പോലെ ചരിത്രത്തിൽ രേഖപ്പെടുത്താനും മാത്രം എൻ്റെ പ്രണയകഥ ഇല്ല കേട്ടോ. അപ്പോൾ പുറകിൽ നിന്നിട്ട് അപർണ പറഞ്ഞു, തീർച്ചയായും ഉണ്ട്. കോള് കട്ട് ചെയ്തിട്ട് നിരഞ്ജന അങ്ങോട്ടേക്ക് വരികയാണ്. അതെന്താ അപർണ അങ്ങനെ പറഞ്ഞത്? ഞാൻ 2 വട്ടം സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടാണോ? അല്ല, ചരിത്രത്തിൽ ഇടയ്ക്കുടയ്ക്കാൻ പോകുന്നത് നിരഞ്ജനയുടെ പ്രണയമല്ല കേട്ടോ, അജയുടെ വിവാഹ നാടകമാണ് ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്നത്. നിരഞ്ജനയുടെ കണ്ണീര് കണ്ട് അനുശോചനം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. വിവരം ഒന്നും നീ അറിഞ്ഞിട്ടില്ല എന്ന് വന്നപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് തന്നെയായിരിക്കും ആ ഭാഗ്യം തന്നത്. അപ്പോഴേക്കും നിരഞ്ജന ചോദിച്ചു, എന്താ? അതിനു മുമ്പ് എൻ്റെ വിവാഹത്തിന് നീ വന്ന് മംഗളാശംസകൾ ചൊരിഞ്ഞിട്ട് പോയത് ഒന്ന് ഓർത്തു നോയിക്കേ. ആ പോക്കിൽ നീ അജയം കൊണ്ടങ്ങ് പോയില്ലേ? നീ ഒന്ന് ഓർത്ത് നോക്ക്. ഇന്ന് ദൈവം നിന്നെയും എൻ്റെ സ്ഥാനത്ത് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്, അതും ഇങ്ങനെയൊരു സന്ദർഭത്തിൽ തന്നെ. നവവധുവായിട്ട് അണിഞ്ഞൊരുങ്ങി കതിർ മണ്ഡപത്തിൽ കാലുകുത്താനുള്ള ഈ നിമിഷത്തിൽ. അപ്പം അപർണ പറയുന്നൊന്നും എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യം എൻ്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു. ആര് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. സ്വപ്നമോ യാഥാർത്ഥ്യമോ സത്യമോ മിഥ്യയോ എന്ന് തിരിച്ചറിയാനാവാത്ത ഒരു ഭ്രാന്ത് പിടിച്ച നിമിഷങ്ങളായിരുന്നു. നീ എന്നോട് കാണിച്ച ചതി ദൈവം നിനക്കും തന്നിരിക്കുക. അതിൽ ദൈവം ഒരു കുറവും വരുത്തിയിട്ടില്ല, ഒരു കുറവും. അന്ന് മനസ്സ് പൊട്ടി ഞാൻ കരഞ്ഞതിന് ദൈവം എനിക്ക് മനസ്സ് തുറന്ന് സന്തോഷിക്കാനായിട്ടും അപർണയ്ക്ക് ചിരിക്കാനായിട്ടും ദൈവമായിട്ട് തന്നെ അവസരം ഉണ്ടാക്കി തന്നിരിക്കുക. താങ്ക് ഗോഡ് എന്ന് പറഞ്ഞ അപർണ. അപ്പം നിരഞ്ജന ചോദിച്ചു, എന്തിനാ അപർണ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചില്ലേ എന്താ പ്രശ്നം? ഇവിടെ ആരും ഇല്ലേ? അപർണയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ അമ്മ ഇതെവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ട് നിരഞ്ജന പോകാൻ തുടങ്ങാണ്. അവിടെ നിന്നേ നിരഞ്ജന, അവിടെ നിൽക്കുക. ഒരു ഫിനിഷിംഗ് പോയിൻറ്റിൻ്റെ കാര്യം നീ കൂട്ടുകാരിയോട് അല്പം മുമ്പ് സംസാരിക്കുന്നത് കേട്ടായിരുന്നല്ലോ. ശരിയാണ്, ഒരു പുരുഷൻ്റെ പിന്നാലെ നമ്മൾ ഓടാൻ തുടങ്ങിയതാണ്. ഒരു പുരുഷൻ്റെ പിന്നാലെ ആദ്യം നീ എന്നെ പുറത്താക്കി, പക്ഷേ ഫിനിഷിംഗ് പോയിൻ്റ് പൂർത്തിയാക്കാൻ നിനക്കും സാധിച്ചില്ല. നിനക്കിപ്പോഴും അജയം മറക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ പിടച്ചിലാണ് നിൻ്റെ ഈ വാക്കുകളിൽ എന്ന് നിരഞ്ജന പറഞ്ഞപ്പോഴേക്കും അപർണ പൊട്ടിച്ചിരിക്കുക. നിർത്ത അപർണ, ഇറങ്ങിപ്പോയി എൻ്റെ മുറിയിൽ നിന്ന്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്
ഒരു കല്യാണം കഴിഞ്ഞിട്ട് അന്യപുരുഷനിൽ മനസ്സർപ്പിച്ച് നടക്കുന്നുണ്ടല്ലോ നീ. അപ്പം ആർക്ക് വേണോടി നിൻ്റെ ആ ഗന്ധർവനെ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് ഇനിയും മനസ്സിലായില്ലേ? നീ എന്താ പൊട്ടിയാണോ എന്നൊക്കെ അപർണ ചോദിക്കാട്ടോ. മുഹൂർത്തത്തിന് സമയമായിട്ടും നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ആരും വരാത്തത് എന്താ? ആരും വരാത്തത് എന്താ? നിന്റെ ആ ഗന്ധർവനെ തെരഞ്ഞ് ആളുകൾ ഓടുകയാ. സമയമായപ്പോഴേ അവൻ കടന്നു കളഞ്ഞു അവൻ. എന്താ നിങ്ങൾ പറഞ്ഞത്? അജയ്? അന്ന് നീ വന്നാണ് അവനെ കൊണ്ടുപോയതെങ്കിൽ ഇന്ന് നിന്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണ് വന്നു അവനെ കൊണ്ടുപോയി. അവളുടെ പേര് നീ ഓർത്തു വെച്ചോ, ഹണി റോസ്. അവൾ വന്നത് അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. കൊണ്ടുപോവുകയും ചെയ്തു. ഇത് കേട്ട് നിരഞ്ജന ഞെട്ടു നിൽക്കോട്ടോ. എന്താന്ന് മനസ്സിലാവാത്തെ? ആത്മഹത്യ ഹോബിയാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് നിനക്ക് പരിഹാരമുണ്ട്, ആത്മഹത്യ ചെയ്യാം. അപ്പോഴേക്കും നിരഞ്ജനയുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നു. അമ്മേ, ഇവള് വന്ന് ഇങ്ങോട്ടേക്ക് വന്ന് എന്തൊക്കെയോ ഈ പറയുന്നത്? അജയ് കടന്നു കളഞ്ഞുന്നോ അങ്ങനെ എന്തൊക്കെയോ? അമ്മ പറ, ഇവള് പറഞ്ഞത് സത്യമാണോ? അല്ലെങ്കിൽ ഇവളുടെ മുഖം അടച്ച് എനിക്ക് അടി കൊടുക്കാൻ വേണ്ടിയിട്ടാ. അപ്പം മോളെ, അജയെ കാണാനില്ല, അത് സത്യം തന്നെയാണ്. ഇവള് പറഞ്ഞത് സത്യമാ എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിരഞ്ജന ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അമ്മേ, അജയ് എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് കരയുക. നിന്നോട് ഇതെങ്ങനെ പറയുന്നോർത്താ ഞാൻ വന്നത്. നിരഞ്ജനയാണെങ്കിൽ ആകെ പേടിച്ച് കരയാനും വെപ്രാളപ്പെടാനും ഒക്കെ തുടങ്ങി. അജയ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എന്നെ ഉപേക്ഷിച്ച് അജയോ അങ്ങനെ ചെയ്യില്ല. അജയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നത് കിട്ടുന്നില്ല കേട്ടോ. അപർണ ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. അവനെ ശരൺ പിടിച്ചോണ്ട് പോയി എന്നാണ് എല്ലാവരും പറയുന്നത്. ശരണിൻ്റെ കയ്യിൽ നിന്ന് അവനെ പിടിച്ചോണ്ട് വരും, കുഴപ്പമില്ല, അതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. എൻ്റെ അജയ് എന്നും പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില. അപർണ എന്തൊക്കെയോ പറഞ്ഞു. അപർണ പറഞ്ഞതൊക്കെ പച്ചക്കള്ളവാ. അജയ് എന്തോ ആപത്തിൽപ്പെട്ടിരിക്കുക, എനിക്കറിയാം. അതെ, അവനെ കൊണ്ടുവരും, എല്ലാവരും അതിന് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നിന്റെ അച്ഛൻ എന്ത് വേണമെങ്കിലും ചെയ്യും അവനെ കൊണ്ടുവരാനായിട്ട്. മോള് പേടിക്കല്ലേ, കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുക. അവൾക്ക് ഒന്നാമത് വട്ടുപിടിച്ചൊരു അവസ്ഥയാണല്ലോ. ഇതേസമയം സൂര്യയും അഭിയും കൂടി ഇട്ടിങ്ങനെ സംസാരിക്കുകയാണ്. എന്തായാലും മധുക്കെട്ടുള്ള ഒരു ക്ഷേത്രത്തിനകത്തുനിന്ന് ഒരാൾക്ക് തട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ? അവൻ തന്നെയാണോ നമ്മളെ ചതിച്ചത്? ആദ്യത്തെ അപമാനം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഇപ്പം എന്തായിരിക്കും അവന് സംഭവിച്ചിരിക്കുക? അല്ല, പ്രഭ എന്ത്? ഇതൊക്കെ കണ്ടിട്ട് പ്രഭയ്ക്ക് താങ്ങാനാകുമോ? അപ്പം അച്ഛൻ അമ്മയുടെ അടുത്തേക്കൊന്ന് ചെല്ല്. ആരെയും നേരിടാനാകാതെ ആകെ സങ്കടത്തിലെ അമ്മ. നമുക്കൊരല്പസമയം കൂടി വെയിറ്റ് ചെയ്യാം. അവൻ്റേതായ എന്തെങ്കിലും ആവശ്യത്തിന് അവൻ പോയതാണെങ്കിലോ പോലീസിൽ അറിയിച്ചാൽ ചിലപ്പോൾ അത് വലിയ പൊല്ലാപ്പാകും. എന്തായാലും അവൻ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാത്ത ഒരവസ്ഥ. അപ്പോഴേക്കും നമ്മുടെ ഉണ്ണിത്താൻ അങ്ങോട്ടേക്ക് വന്നിട്ട് നിങ്ങളുടെ സന്തതി തിരിച്ചു വരുമോ ഇല്ലയോ, രണ്ടിലൊരു തീരുമാനം എനിക്ക് ഇപ്പോൾ അറിയണം. അന്നേരത്തിനും അഭി പറഞ്ഞു അവൻ വരും. അവൻ വരും, അവൻ നിന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു അവൻ വരുന്ന. കഴിഞ്ഞ തവണ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അജയ് മുഹൂർത്തത്തിന് മുമ്പ് എത്തിയതാ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, എല്ലാവരും ഒന്ന് ക്ഷമിക്ക്. നാണം ഉണ്ടോടോ നിനക്കൊരു പെൺകുട്ടിയുടെ അച്ഛൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? അപ്പോഴേക്കും ഇതൊക്കെ കണ്ട് വിശ്വനാഥൻ ഇങ്ങനെ മാറി നിൽക്കുക. കഴിഞ്ഞ തവണ അവൻ ഇതേ സിറ്റുവേഷനിൽ തിരിച്ചു വന്നു അത്രേ. നാണമുണ്ടോ? ഇനി ഇതുപോലെ എത്ര സിറ്റുവേഷൻ കൂടി വരാനിരിപ്പുണ്ട്. ഏട്ടനെന്നും പറഞ്ഞ് വന്ന് നിവർന്ന് നിൽക്കുക. ഉളുപ്പുണ്ടോടാ നിനക്ക്, നാണം കൊട്ടവനെ എന്നൊക്കെ ഉണ്ണിത്താൻ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഇത് പറയാൻ എന്ത് യോഗ്യതയാണോ ഉണ്ണിത്താനെ തനിക്കുള്ളത് എന്ന് അഭിയും ചോദിച്ചു കേട്ടോ. എടാ, എന്നെ ചോദ്യം ചെയ്യാൻ നീ വളർന്നോടാ? എൻ്റെ യോഗ്യത ചോദിക്കാൻ നീ ആരടാ? അങ്ങനെ രണ്ടും കൂടെ അടിയായിട്ടോ. തൻ്റെ യോഗ്യത എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണോ? കുറേ നേരമായി സഹിക്കുന്നു. തനിക്ക് ചെയ്യാൻ പറ്റുന്നത് താനങ്ങ് ചെയ്യടോ. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒരു കാര്യം പറഞ്ഞേക്കാം എന്നും പറഞ്ഞിട്ട് ഉണ്ണിത്താൻ്റെ നേർക്ക് വന്നപ്പോഴേക്കൊരു ഗുമസ്തനം കൊണ്ട് ഇടയ്ക്ക് കയറിയിട്ട് ഉണ്ണിത്താൻ സാറിനോട് കളി വേണ്ട. അപ്പോഴേക്കും ആ ചീള് കേസിനെ പിടിച്ച് നമ്മുടെ അഭി എടുത്തെറിഞ്ഞു. നീ ആരടാ എൻ്റെ മുന്നിൽ വന്ന് കടന്ന് നിൽക്കാനായിട്ട്? അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കോട്ട് വിശ്വനാഥൻ കയറി. എന്താ വക്കീലേ ഇത്? എന്താ അഭി ഇത്? ഇതെന്താടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവനെൻ്റെ യോഗ്യത അറിയാൻ വന്നിരിക്കുക. അഭി മാറി നിൽക്കുക. തനിക്കറിയത്തില്ലേ, ഞാൻ പറഞ്ഞു തരാടോ. ഈ നാണംകെട്ട കളി തുടങ്ങി വെച്ച് തൻ്റെ മോളാ. തനിക്ക് തൻ്റെ മകളെ നിലയ്ക്ക് നിർത്താൻ കഴിവില്ലാത്തതുകൊണ്ടല്ലേ അന്ന് കല്യാണ മണ്ഡപത്തിൽ കയറി വന്ന് അവൻ്റെ മുമ്പിൽ വെച്ച് അവൾ വിഷം കഴിച്ചത് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അഭി ദേഷ്യപ്പെടാൻ ഉത്തരം മുട്ടി ഇങ്ങനെ നിൽക്കുകയാണ് സൂര്യനാരായണനും ഉണ്ണിത്താനും ഒക്കെ. അന്ന് മുതലാണ് ഞങ്ങളുടെ മനസമാധാനം തകർന്നത്. എന്നിട്ടിപ്പോൾ എന്നോട് ഉടുപ്പൊട്ടോ എന്ന് ചോദിക്കുന്നോടാ എന്ന് ചോദിച്ചുകൊണ്ട് അഭി തന്നോട് സംസാരിക്കുകയല്ല വേണ്ടത്, മനസ്സിലായോടാ? അപ്പം തല്ലടാന്നാ നീ തല്ലടാ. ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിത്താൻ ഇതൊക്കെ കണ്ട് ഒന്നും മിണ്ടാതെ സൂര്യനാരായണൻ ഇരിക്കുക. തമ്പിയാണെങ്കിൽ ഒൻ്റെ പൊന്നു വക്കീലെ, എന്താ ഇത്? നമ്മൾ ക്ഷണിച്ചു വരുത്തിയ ആൾക്കാരല്ലേ ഇവിടെ ഉള്ളത്. പയ്യൻ്റെയും പെണ്ണിൻ്റെയും വീട്ടുകാർ തമ്മിൽ കയ്യാങ്കളിയായി ഇന്ന് കേൾപ്പിക്കലേ, ആകെ നാറ് നിൽക്കുക. ഇനി ഇതും കൂടെ കേൾക്കാനുള്ളൂ. എന്തുവാ ഇത്? ഇവൻ എന്നെ തല്ലുന്നല്ലേ പറഞ്ഞത്? ഞാനതും കേട്ട് കയ്യും കെട്ട് നിൽക്കണോ?
എന്തായാലും ഉണ്ണിത്താനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി കേട്ടോ തമ്പി. അപ്പോഴേക്കും അഭിയോട് ദേഷ്യപ്പെടുകയല്ല, അഭിയോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് സൂര്യനാരായണൻ, മോനെ തെറ്റ് നമ്മളുടെ ഭാഗത്താണ്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, നിനക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ച്. എന്തായാലും അപ്പോഴേക്കും നമ്മുടെ ശരൺ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ശരണിനെ ചോദ്യം ചെയ്യലും പരിപാടിയൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ. സിയോഗി, താങ്ക് യു.